റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 332-ാമത്തെ എപ്പിസോഡ്. ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് തമിഴ്നാട്ടിലെ തൃച്ചിയിലുള്ള ഖാജ മലയും മഹാനായ തൊബല ആലം ബാദുഷാ റളിയല്ലാഹുവിൻ്റെ ദർഗയും അവിടെ മഹാനായ നാഗൂർ ഉപ്പാപ്പ 40 ദിവസം റിയാദിലിരുന്ന സ്ഥലവും മറ്റു മഖ്ബറുകളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حينما حل البلاء جئت إليك നമ്മുടെ ചാനലിൻ്റെ 332-ാമത്തെ എപ്പിസോഡാണ്. തിരുച്ചിറപ്പള്ളിയിലേക്ക് സിയാറത്തിന് പോകാനായി നമ്മൾ മലപ്പുറം ജില്ലയിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തിരുച്ചിറപ്പള്ളിയും അതുപോലെ ചെന്നൈ, കോവളം, നാഗൂർ, മുത്തുപേട്ട, പറങ്കിപ്പേട്ട തുടങ്ങിയ സിയാറത്തുകളാണ് നമ്മുടെ ഈ ട്രിപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് വിവിധ എപ്പിസോഡുകളിലായിട്ട് നിങ്ങളിലേക്ക് വരും. അങ്ങനെ ഇപ്പോൾ നമ്മൾ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. തിരൂരിൽ നിന്ന് ഇവിടെ എത്താൻ ഒരാൾക്ക് ചാർജ് വന്നത് 150 രൂപയാണ്. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഇവിടെ നിന്ന് ഖാജ മലയിലേക്കാണ്. ഖാജ മലയിലേക്കുള്ള വിശദമായൊരു എപ്പിസോഡ് കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കി മാത്രമാണ് ഇപ്പോൾ ഖാജ മലയെ പ്രതിപാദിക്കുന്നുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് 8 രൂപ കൊടുത്ത് ബസ്സിന് നമ്മളിവിടെ എത്തി. ഇപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് എത്താനുള്ള വിശദമായ റൂട്ടിൻ്റെ എല്ലാം വിശദമായിട്ടുള്ളൊരു എപ്പിസോഡാണ് തൊട്ടുമുമ്പുള്ളത്. നിങ്ങൾക്കത് കണ്ട് വിശദമായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ മലമുകളിലെത്തി. ഈ മലമുകളിലെ കാഴ്ചയാണ്, ദർഗയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഇവിടുത്തെ സിയാറത്തിന് ശേഷം നേരെ പോകുന്നത് തൊബല ആലം ബാദുഷാ റളിയല്ലാഹുവിൻ്റെ ദർഗയിലേക്കാണ്. അവിടെയുള്ള മറ്റു ചില ദർഗകളും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മല ഇറങ്ങിയപ്പോൾ നമുക്കൊരു ബൈക്ക് കിട്ടി. ആ ബൈക്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഖാജ മല കോളനി ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അവിടെ നിന്നാണ് തൊബലാലം ബാദുഷ തങ്ങളുടെ ദർഗയിലേക്ക് പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ഷെയർ ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ആ ഷെയർ ഓട്ടോയിലാണ് നമ്മൾ ഇനി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ ഓട്ടോയിൽ നമ്മൾ പോകുന്നത് പെരിയ ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്ന് നമുക്ക് ദർഗയിലേക്ക് ബസ് കിട്ടും. അപ്പോൾ ഈ ഓട്ടോക്ക് ചാർജ് വരുന്നത് 10 രൂപയാണ് പെരിയ ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടെ നിന്ന്. അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി ഓട്ടോ ഇറങ്ങി. ഇതാണ് നമ്മൾ വന്ന ഓട്ടോ. ഇതുപോലുള്ള ഓട്ടോയാണ് ഇവിടെ ഷെയർ ടാക്സി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. ഇവിടെയാണ് ബസ്സുകൾ നിർത്തുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ഇവിടുന്ന് 7 രൂപയാണ് നെത്ത്ഹർഷ ദർഗയിലേക്കുള്ളത്. നെത്ത്ഹർഷ ദർഗ എന്നോ അല്ലെങ്കിൽ നെത്ത്ഹർഷ പള്ളിവാസൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ ഇറക്കിത്തരും. പിന്നെ 1-ാം നമ്പർ ബസ്സുകളാണ് കൂടുതലും ഇങ്ങോട്ടുള്ളത്. അല്ലാത്ത ബസ്സുകളുണ്ട്. 1-ാം നമ്പർ ബസ്സിൽ കയറിയാൽ എങ്ങനെയായാലും നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റും. പിന്നെ ആരോട് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരും ചെയ്യും ബസ്. അങ്ങനെ വെറും 10 മിനിറ്റ് യാത്ര ചെയ്ത് നമ്മൾ ഇവിടെ ദർഗയുടെ അടുത്ത് ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് അല്പം ദൂരം മാത്രം നടക്കാനുള്ളൂ ദർഗയിലേക്ക്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോണ വഴിയിൽ ഇവിടെ മറ്റൊരു മക്ബറയും കൂടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് സിയാറത്ത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെത്ത്ഹർഷ വലി തങ്ങളുടെ ദർഗയിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ആ പറയപ്പെട്ട ദർഗ. അങ്ങനെ അധികം ആരും ഇവിടെ സിയാറത്തിനെത്തുന്ന അധികം ആളുകളും എത്തിപ്പെടാത്തൊരു ദർഗ കൂടിയാണിത്. ഇവിടെ ഒരു ചെറിയ നിസ്കാരപ്പള്ളിയുണ്ട്. അതിനോട് ചാരയായിട്ടാണ് ഈ ദർഗ ഉള്ളത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനായ ഹസ്രത്ത് ഷാൻ മസ്താൻ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അവരുടെ മക്ബറയാണ് ഇവിടെ ഉള്ളത്. മക്ബറ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ സിയാറത്തുകളൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ ചെല്ലുന്നത് ഇതാ തൊട്ട് മുമ്പിൽ കാണാം നമുക്ക് ഗേറ്റ്. മഹാനായ ഹസ്രത്ത് നെത്ത്ഹർഷ വലി ദർഗ എന്ന് എഴുതിയിട്ട് ഗേറ്റ് നമുക്ക് കാണാം. ഈ ഒരു ഗല്ലിയിലൂടെ നേരെ പോയാൽ ദർഗയുടെ മുമ്പിലേക്ക് എത്താൻ പറ്റും. ദർഗയെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു ഡീറ്റെയിൽസ് ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ നമുക്ക് ദർഗയുടെ മിനാരം നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം നമ്മൾ ചെന്നൈയിലേക്കാണ് പോകുന്നത്. അവിടെ കോവളത്ത് തമീമുൽ അൻസാരി എന്ന സ്വഹാബി വര്യൻ്റെ മക്ബറയാണ് നമുക്ക് സന്ദർശിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ദർഗയുടെ മുമ്പിലെത്തിയിട്ടുണ്ട്. മഹാനായ തൊബല ആലം ബാദുഷ റളിയല്ലാഹു അൻഹു 7-ാമത്തെ വയസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് വഫാത്തായതിനു ശേഷം തുർക്കിയിലെ ഭരണാധികാരം ലഭിച്ച് അങ്ങനെ രാജപദവിയിലിരിക്കെ
വലിയൊരു സ്വപ്നം അവിടുത്തെ ജീവിതത്തിലേക്ക് വഴിത്തിരിവാവുകയും അങ്ങനെ നാട് വിട്ടിറങ്ങി മക്കയിലും മദീനയിലും എത്തി വർഷങ്ങളോളം, 1 വർഷത്തിലധികം അവിടെ താമസിക്കുകയും ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം 900ഓളം വരുന്ന ഫക്കീറുമാരുമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന മഹാനായ ത്വബല ആലം ബാദുഷാ റളിയല്ലാഹു അൻഹു. അവരുടെ ദർഗയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പ്രത്യേക സ്ഥലം കാണാം. മഹാനായ നാഗൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷാഹുൽ അമീദ് മീറാനുൻ നാഗൂരി റളിയല്ലാഹു അൻഹു, മഹാനായ നാഗൂരുപ്പാപ്പ 40 ദിവസം റിയാദിലിരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ മഹാന്മാരെ വിലായത്തിൻ്റെ പദവിയിലേക്ക് എത്തിച്ച ഒരു മഹാനുവിൻ്റെ മക്ബറ കൂടിയാണ് നമ്മളിപ്പോൾ സിയാറത്ത് ചെയ്യുന്ന ഈ ഒരു മക്ബറ. ഇന്ത്യയിലേക്ക് എത്തിയ ബഹുമാനപ്പെട്ടവർ കർണാടകയിലെ ചിക്കമാംഗ്ലൂരിലും മർദാന ഖൈബിലൊക്കെ എത്തിയതിന് ശേഷമാണ് ഇങ്ങോട്ടെത്തിയത്. മർദാന ഖൈബ് എന്ന ഒരു വെള്ളച്ചാട്ടത്തിനോട് ചാരയുള്ളൊരു മക്ബറയെ തൊട്ട് മുമ്പുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ടവരുടെ പോറ്റുമകളായ മാമാ ജിഗിനി എന്നവരുടെ മക്ബറയും അവരുടെ തത്തയായിരുന്ന വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കിയ തത്തയുടെ മക്ബറയും ബഹുമാനപ്പെട്ടവരുടെ കൂടെ കൊട്ടാരം വിട്ടിറങ്ങിയ സമയത്ത് കൂടെ വന്ന ഷംസുക്കോയ എന്ന അവരുടെ മന്ത്രിയുടെയൊക്കെ മക്ബറ ഇവിടെ ഉണ്ട്. വിശദമായിട്ട് ചരിത്രത്തിലേക്ക് കടക്കാത്തത് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഇവിടെ സിയാറത്തിനെത്തി അള്ളാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ.